ഒരു അമ്പലം വിസിറ്റാണ്. ഞാൻ മൂന്നാമത്തെ അമ്പലം വിസിറ്റ്. സീരിയസ്ലി സ്പീക്കിംഗ്, അടിപൊളി ഡേ. ഹായ്, ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അമ്പലം വിസിറ്റാണ്. ലൈക്ക് കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു അമ്പലത്തിൽ പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോകണം. സോ കുറേ കാരണത്താൽ എനിക്കത് പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ലാഗ് അടിച്ചടിച്ച് പോവാണ്. സോ ഇന്നാണ് ആ ഒരു ഡേ വന്നിട്ടുള്ളത്. പയ്യന്നൂർ ഒരുപാട് അമ്പലങ്ങളുണ്ട്. എവിടെയാണ് പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. സോ പോകുന്ന വഴിക്ക് കാണാം. അപ്പം ഞാൻ ആദ്യം പോയത് ശ്രീ നമ്പ്യാത്ര കോവിൽ ശിവക്ഷേത്രത്തിലേക്കാണ്. കുറേ നാളായി ഞാൻ ആ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ അമ്പലത്തിൻ്റെ റിനോവേഷൻ പരിപാടികൾ നടക്കുകയാണ്. കണ്ടില്ലേ, ഫ്രണ്ടിലെ എൻട്രൻസ് ഒക്കെ കൊത്തുപണി കൊണ്ട് അലങ്കരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആൽത്തറയൊക്കെ കെട്ടുന്നുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടേ ഞാൻ ഈ ഒരു അമ്പലത്തിലാണ് പോവല്. ബർത്ത്ഡേ വന്നാലും എന്തെങ്കിലും ഒരു പ്രധാന ദിവസങ്ങൾ എന്ത് വന്നാലും ഞാൻ ശിവൻ അമ്പലത്തിലാണ് ഉണ്ടാവുക. ഒരു ഭയങ്കര പോസിറ്റീവാണ് എനിക്ക് ആ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടാറ്. ഞാൻ അധികം ശിവക്ഷേത്രത്തിൽ പോയാൽ കാണുന്നൊരു സംഭവമാണ് കുറേ അമ്മമ്മമാരിരുന്ന് അവിടെ എന്തൊക്കെയോ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്. അത് കാണുമ്പം തന്നെ മനസ്സിന് ഭയങ്കര ഒരു സുഖമാണ്. ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് എന്നാണ് എൻ്റെ അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ഇറങ്ങിയത്. ഫീൽ സോ ബ്ലെസ്ഡ്. സത്യം പറ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. ഇതാ അമ്പലമാണ്. അമ്പലത്തിൻ്റെ വഴിയിലെ കൂടി നടക്കുകയാണ്. ഭയങ്കര പോസിറ്റിവിറ്റി, ഭയങ്കര സന്തോഷം. ഇവിടെ ഒരു പൂവുണ്ട്. പൂ പോയി ഗൈസ്. അപ്പം ഭയങ്കര ബ്ലെസ്ഡായി. എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം, ഒരു ആശ്വാസം. നിങ്ങൾ ഇതേപോലെ പോവലുണ്ടോ അമ്പലത്തിൽ? മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം തോന്നുമ്പം, ഈശ്വരനെ കാണണം തോന്നുമ്പോൾ ചെയ്യലുണ്ടോ? അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം. ഇറ്റ് ഫീൽസ് ലൈക്ക് അടിപൊളി. സീരിയസ്ലി ഭയങ്കര ശാന്തിയും സമാധാനവും കിട്ടും. സോ ഇനി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. ഒരു സോളോ ട്രിപ്പ് അടിച്ചു നോക്കുക. ട്രിപ്പല്ല, ഒരു സോളോ ഡേറ്റ് അമ്പലം വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ അമ്പലമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് മുത്തപ്പൻ അമ്പലത്താണ്. എൻ്റെ ഫേവറേറ്റ് ദൈവമാണ് മുത്തപ്പൻ. ഫേവറേറ്റ് ദൈവം. ഇവിടെ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം, ഭയങ്കര പ്ലസൻറ്റ് ഫീലാണ് കിട്ടൽ. സോ രണ്ടാമത്തെ അമ്പലം വിസിറ്റ് കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുന്നു. വീട്ടിലെത്തി ഗായ്സ്. വിശന്ന് വയറ് പുകയുന്നു. സോ നമുക്ക് എന്താണ് ഫുഡ് നോക്കാം. ദോശയാണ്. ദോശ, കരിഞ്ഞ ദോശ. ദോശക്ക് സാമ്പാർ.
രാവിലത്തെ ഫുഡ് അടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ അമ്പലം വിസിറ്റിനായിട്ട് കാളീശ്വരത്ത് എത്തിയിട്ടുള്ളത്. ഹലോ ഗായ്സ്, അങ്ങനെ 3 അമ്പല ദർശനം കഴിഞ്ഞ് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ഇങ്ങനെ 3 അമ്പലത്തിലെല്ലാം ഒരു ദിവസമെല്ലാം പോകുന്നത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി അമ്മനോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്താ ഇപ്പോൾ പതിവില്ലാണ്ട് അമ്പലത്തിലെല്ലാം പോകുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നലുണ്ട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് സോളോ ടെമ്പിൾ ഡേറ്റ് നടത്തുന്നത്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പം രാവിലെ ഒന്നും എനിക്കൊരു ഉറപ്പുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ അലാറം വെച്ചു, അങ്ങനെ എണീറ്റു, കുളിച്ചു, മാറ്റി അമ്പലത്തിൽ പോയി. ഫസ്റ്റ് അമ്പലം കഴിഞ്ഞു. സെക്കൻഡ് അമ്പലം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് എനിക്ക് തോന്നിയത്, മുത്തപ്പൻ അമ്പലത്തിൽ പോയിട്ടില്ലല്ലോ, അവിടെ ഒന്ന് പോവാന്ന് പറഞ്ഞു. എനിക്ക് മുത്തപ്പൻ അമ്പലത്തിലെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി നടന്ന് വരുമ്പോൾ അമ്മ വിളിക്കുന്നു, വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ടായിന്. സോ നീ അവിടുന്ന് വേഗം വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. 5 മിനിറ്റ് എനിക്കുണ്ടായിട്ടില്ല. അപ്പം തന്നെ വല്യമ്മ വിളിച്ച് ഇറങ്ങി നേരെ തൃക്കരിപ്പൂർ അമ്പലത്തിൽ പോയി. അവിടുന്നും പ്രാർത്ഥിച്ചിറങ്ങി. സീരിയസ്ലി സ്പീക്കിംഗ്, അടിപൊളി ഡേ. ലൈക്ക് ഭയങ്കര മനസ്സൊരു പ്ലസൻറ്റ് ഫീലിംഗ് എല്ലാം. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ലൈക്ക് വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു സോളോ ടെമ്പിൾ ഡേറ്റ് നടത്തുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഈ നവംബർ മാസം കുറച്ച് ഡിവോഷണൽ ഫീലിങ്ങിലെ സംഭവങ്ങളെല്ലാം ഇനിയും വരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.